Morning. The next building material is steel. നമ്മൾ എവിടെയാണ് സ്റ്റീൽ പഠിച്ചത്? കോൺക്രീറ്റിന്റെ കേസിൽ ടെൻഷൻ അടിക്കേണ്ട സമയത്ത് കോൺക്രീറ്റ് is only strong in compression and weak in tension. So കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സസ് വരുമ്പോൾ കോൺക്രീറ്റിനെ സ്റ്റീൽ ബാർസ് ഉപയോഗിച്ച് റീഇൻഫോഴ്സ് ചെയ്യുമെന്ന് പഠിച്ചു. അവിടെയായിരുന്നു നമ്മൾ സ്റ്റീലിന്റെ ഉപയോഗം പഠിച്ചത്. So now let's see more about steel. Steel is the most popular and effective building material. Steel is the most popular and effective building material. Steel is the most popular and effective building material. The important features of steel such as strength, flexibility and ductility are of great advantage in building construction. So the important features in the steel in the important steel in the important features in the strength, flexibility and ductility. There are two kinds of steel, plain carbon steel and alloy steel. സ്റ്റീലിനകത്ത് എന്തൊക്കെയാണുള്ളത്? സ്റ്റീലിന്റെ കമ്പോണൻസ് എന്താണ്? സ്റ്റീൽ ഈസ് ആൻ alloy of iron and carbon. സ്റ്റീലിൽ എന്തുണ്ട്? സ്റ്റീൽ ഈസ് ആൻ alloy of iron and carbon. Steel is an alloy of iron and carbon, and there are two types of steel, plain carbon steel and alloy steel. എന്തൊക്കെയാണ് രണ്ട് types of steel? Plain carbon steel and alloy steel. Plain carbon steel and alloy steel. അതാണ് types. Two types of steel ആണ് plain carbon steel and alloy steel. Plain carbon steel is a metal alloy where other elements are present in quantities too small to affect the properties. Plain carbon steel എന്ന് പറയുന്നത് ഒരു മെറ്റൽ അലോയ് ആണ്. അവിടെ ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഉള്ളത്. അതായത് പ്രോപ്പർട്ടീസിനെ ഒന്നും അധികം അഫക്ട് ചെയ്യാത്ത അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഉള്ളത്. And in plain carbon steel, carbon content may vary from 0.01 to 1.5%. Plain carbon steel എന്ന് പറഞ്ഞാൽ മേജർ കമ്പോണന്റ് അയൺ ആണ്. അതിന്റെ കൂടെ കാർബണോട് ചേരുമ്പോഴാണ് സ്റ്റീൽ ആവുന്നത്. ആൻഡ് ഇൻ പ്ലെയിൻ കാർബൺ സ്റ്റീൽ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് 0.01 to 1.5%. 0.01% to 1.5%, and increase in carbon content gives strength and hardness to steel, but increase is followed by subsequent decrease in ductility and malleability of steel. അതായത് സ്റ്റീലിനകത്തെ കാർബൺ കണ്ടന്റ് കൂട്ടുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്? കാർബൺ കണ്ടന്റ് ആണ് സ്ട്രെങ്ത് കൊടുക്കുന്നത്. കാർബൺ കണ്ടന്റ് കൂട്ടുമ്പോൾ സ്ട്രെങ്തും ഹാർഡ്നെസ്സും കൂടും. പക്ഷെ കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് ഡക്റ്റിലിറ്റിയും മാലിബിലിറ്റിയും കുറയും. സോ increase in carbon content increases strength. Increase in carbon content increases strength and hardness.
കാർബൺ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് സ്റ്റീലിന് സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും വരും. പക്ഷേ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ductility and malleability. സോ കാർബൺ കണ്ടന്റ് കൂടിയാൽ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൂടും സ്റ്റീലിന്റെ, പക്ഷെ ഡക്റ്റിലിറ്റി മാലിബിലിറ്റി കുറയും. സോ ഈ പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബൺ കണ്ടന്റ് 0.01 to 1.5%. അതർ എലമെന്റ്സ് ഒക്കെ വളരെ ചെറിയ പ്രൊപ്പോർഷനിൽ ആയിരിക്കും. അതായത് സ്റ്റീലിന്റെ പ്രോപ്പർട്ടിയെ അഫക്ട് ചെയ്യാത്തത്രയും ചെറിയ പ്രൊപ്പോർഷനിലായിരിക്കും അതർ എലമെന്റ്സ് അതിൽ ഉള്ളത്. Based on carbon content, plain carbon steel can be further divided into 3 categories. Plain carbon steel ne 3 category ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ മൈൽഡ് സ്റ്റീൽ. കാർബൺ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ വരുന്നത്. ഫസ്റ്റ് വൺ മൈൽഡ് സ്റ്റീൽ. ഹിയർ ദ പെർസെന്റേജ് ഓഫ് കാർബൺ ranges from 0.15 to 0.25%. മൈൽഡ് സ്റ്റീലിലെ കാർബൺ 0.15 to 0.25%. മൈൽഡ് സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് 0.15% to 0.25%. These are moderately strong and have good weldability. മൈൽഡ് സ്റ്റീലിന് വെൽഡബിലിറ്റി ഉണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മോഡറേറ്റ്ലി സ്ട്രോങ്. Mild steel is moderately strong and has good weldability. In construction work, it is mainly used as rolled structural sections like I section, T section, square or round bar. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷനിൽ? റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീലിന്റെ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്. Then it is malleable, ductile and elastic. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് malleable, ductile and elastic. Mild steel is malleable, ductile and elastic. Then it can be welded easily. അതാണ് good weldability. Mild steel has low tensile strength and it is not used for RCC. Mild steel ന് low tensile strength അതുകൊണ്ട് not used in RCC. അപ്പോൾ RCC ല് പകരം HYST bars ആണ് യൂസ് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീലിന് ടെൻസൈൽ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ RCC. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ ഇസ് മീഡിയം കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീൽ. മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടന്റ് 0.3 to 0.6%. Carbon content 0.3% to 0.6%. മൈൽഡ് സ്റ്റീലിനേക്കാൾ കുറച്ചുകൂടെ കാർബൺ ഉണ്ട്, 0.3 to 0.6%. Strength is high but weldability is less. High strength and less weldability. മീഡിയം കാർബൺ സ്റ്റീലിന് സ്ട്രെങ്ത് കൂടുതലും വെൽഡബിലിറ്റി കുറവുമാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓർ ദ തേർഡ് കാറ്റഗറി ഈസ് ഹൈ കാർബൺ സ്റ്റീൽ. പേര് പോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ ആയതുകൊണ്ട്
carbon content varies from 0.65 to 0.15%. to 1.5%. Carbon content high carbon steel ആണ് ഏറ്റവും കൂടുതൽ 0.65 to 1.5%. Materials get hard and tough by heat treatment and weldability is very poor. High carbon steel ആകുമ്പോൾ hard and tough but poor weldability. So these are the three categories of plain carbon steel: mild steel, medium carbon steel and high carbon steel. Next, steel is a versatile construction material which is widely used in the construction industry for making of reinforced concrete. അപ്പോൾ steel എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീലിന്റെ ഒരു യൂസ് ആണ് steel is used for making RCC. Reinforced cement concrete ഉണ്ടാക്കാൻ സ്റ്റീൽ യൂസ് ചെയ്യുന്നു. ആൻഡ് reinforced cement concrete എന്ന് പറഞ്ഞാൽ എന്താണ്? It is a composite material made up of concrete and some form of reinforcement. Most commonly steel rods, bars, wires or mesh of steel rods and steel wires. So RCC യിൽ എന്തുണ്ട്? സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റും കോൺക്രീറ്റും ഉണ്ട്. RCC എന്ന് പറഞ്ഞാൽ എന്താണ്? Concrete plus steel reinforcement. RCC യില് കോൺക്രീറ്റും ഉണ്ട്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. ഈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ഫോമിലാണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്സ് ആർ steel rods, bars, wires, mesh of steel rods and steel wires. Steel bars, steel rods, wires, or mesh of steel wires and steel rods. Mesh of steel wires and rods. So steel reinforcement ഇത് ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. Steel reinforcement can be of any of the four forms, that is steel bars, steel rods, steel wires and mesh of steel wires and rods. So major use of steel is for making RCC. RCC എന്ന് പറയുന്നത് it is a composite material made up of concrete and steel reinforcement. Steel reinforcement can be in any of the four forms like steel bars, steel rods, steel wires, mesh of steel wires and rods. The steel reinforcement bars usually consist of such shape and size that may easily be bent and placed in the concrete so as to form a monolithic structure. Properties of thermal expansion for steel and concrete are approximately same. This along with bendability property makes steel the best material as reinforcement in concrete structures. So എന്താണ് നമ്മൾ സ്റ്റീലിനെ steel reinforcement bars consist of shape and size that may be easily bent and placed in concrete. Shape and size. Steel bars in the shape and size can be easily bent.
and placed in concrete. നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്ത് കോൺക്രീറ്റിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമുള്ള ഷേപ്പിലും സൈസിലുമുള്ള സ്റ്റീൽ ബാർസ് ആണ് നമ്മൾ RCCയിൽ യൂസ് ചെയ്യുന്നത്. So properties of thermal expansion is same for both steel and concrete. Steel and concrete in same thermal expansion. സ്റ്റീലിനും കോൺക്രീറ്റിനും സെയിം thermal expansion ആണ്. അതോടൊപ്പം തന്നെ സ്റ്റീലിൽ എന്തുണ്ട്? എക്സലന്റ് ബെൻഡബിലിറ്റി ഉണ്ട്. Steel has excellent bendability. So ഇത്രയും ഈ കാരണങ്ങളാലാണ് സ്റ്റീലിനെ നമ്മൾ ബെസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. Then another reason steel works effectively as reinforcement is that it bonds well with concrete. Steel bonds well with concrete. Concrete ആയിട്ട് നന്നായിട്ട് ബോണ്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സ്റ്റീൽ. Steel reinforcement bar is also known as rebar and reinforcing bar. Rebar എന്നും reinforcing bar എന്നും അതിനെ വിളിക്കും. റീബാർ എന്നും റീഇൻഫോഴ്സിംഗ് ബാർ എന്നും അതിനെ വിളിക്കും. സോ ഇതൊക്കെ കൊണ്ടാണ് സ്റ്റീലിനെ നമ്മൾ RCC ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്.